ഇന്നത്തെ ടോപ്പിക് അല്ലേ. നമ്മളെപ്പോഴും കേരള രാഷ്ട്രീയമല്ലേ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇത്തവണ അതിൽ നിന്ന് മാറി തമിഴ്നാട് രാഷ്ട്രീയം ചർച്ച ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇത്തവണ എന്തായിരിക്കും ഭരണത്തിൽ സംഭവിക്കാൻ പോകുക എന്നത് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമുക്കത് നമ്മുടെ ടീമിൻ്റെ ഒരു പ്രതികരണം എടുത്താലോ? അർച്ചനെ, ഇത്തവണ ആര് തമിഴ്നാട് രാഷ്ട്രീയം പിടിക്കുമെന്നാണ് തോന്നുന്നത്? സിനിമയും രാഷ്ട്രീയം ഇടകലർന്ന ഒരു സംസ്ഥാനമായതിനാൽ വിജയ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം സൂപ്പർ താരമായിരിക്കെയാണ് MGR തമിഴ്നാട് ഭരണം പിടിച്ച മുഖ്യമന്ത്രി ആയത്. അതിൻ്റെ തുടർച്ചയായി പിന്നീട് നടിയായിരുന്ന ജയലളിതയും പലവട്ടം തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ ദളപതിക്കും ഇത്തവണ ഒരു സാധ്യതയുണ്ട്. ഇത്തവണ ആര് തമിഴ്നാട് ഭരണം പിടിക്കുമെന്നാണ് അശ്വതിക്ക് തോന്നുന്നത്? വിജയ് ഇത്തവണ ഒരു കിങ് മേക്കറായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് മുന്നണിക്കും സർക്കാർ രൂപീകരിക്കാനും TVKയുടെ ഒരു പിന്തുണ അനിവാര്യമായി വരുന്നൊരു സാഹചര്യമാണ് ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്. അഭിരാമി, ഇത്തവണ ആര് തമിഴ്നാട് ഭരണം പിടിക്കുന്ന തോന്നുന്നത്? ഈ സ്റ്റാലിൻ സർക്കാരും കേന്ദ്രത്തിലെ മോദി സർക്കാരും വിജയ് എന്ന സിനിമാ താരത്തെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തോട് നിലവിലുള്ള അവരുടെ ഒരു സമീപനം. വിജയ് അവസാനമായിട്ട് അഭിനയിച്ച ജനനായകൻ എന്ന സിനിമക്ക് DMK സർക്കാരും അതുപോലെ തന്നെ BJP സർക്കാരും അവരുടേതായിട്ടുള്ള രീതിയിൽ പാരവെച്ചിട്ടുണ്ട്. ഈ ജനനായകൻ സിനിമയുടെ റിലീസ് സമയത്ത് തന്നെ പരാശക്തി എന്നൊരു സിനിമയുടെ റിലീസ് വെച്ചത് DMKയുടെ ഒരു അജണ്ടയായിരുന്നു. ഈ DMK നേതൃത്വത്തിൽ പണ്ട് നടത്തിയ ഹിന്ദി വിരുദ്ധ സമരമാണ് ഈ പരാശക്തി എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം തന്നെ. വിജയ് നായകനായ ജനനായകന്റെ വിജയത്തിന് തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു റിലീസ് ഒരുമിച്ചാക്കിയത് എന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ സെൻസർ ബോർഡ് പാരവെച്ചതിനാൽ ജനനായകൻ പുറം ലോകം കണ്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ആദ്യം സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയെങ്കിലും തൊട്ടു പിന്നാലെ സെൻസർ ബോർഡ് അംഗം തന്നെ പരാതിക്കാരനായി മാറി സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാതെ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഈ സെൻസർ ബോർഡിന്റെ ഈ നടപടിക്കെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സിനിമ റിലീസ് കാര്യത്തിൽ സെൻസർ ബോർഡിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ഉണ്ടായത്. ഈ കേസിൽ ഇപ്പോൾ കൂടുതൽ വാദം കേൾക്കാനായിട്ട് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് ഡിവിഷൻ ബെഞ്ച് മാറ്റിയിരിക്കുകയാണ്. ഈ സെൻസർ ബോർഡിനെ കൊണ്ട് BJP രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊരു ആരോപണമാണ് ഇത് സംബന്ധമായിട്ട് പരക്കെയുള്ളത്. ഇത് രാഷ്ട്രീയമായിട്ട് വിജയ്ക്ക് തന്നെയാണ് എന്തായാലും നേട്ടമുണ്ടാകാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ആയാലും ഇല്ലെങ്കിലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഒരു പ്രധാന വിഷയം ജനനായകനായി മാറുമെന്ന കാര്യത്തിൽ എന്തായാലും ഒരു സംശയവുമില്ല. ആരായിരിക്കും ഇത്തവണ തമിഴ്നാട് ഭരണം പിടിക്കുക? TVKയുടെ വിജയഘടകം എന്ന് പറയുന്നത് വിജയ് തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വിജയിനെ കടന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹതാപ വോട്ടുകൾ, പലതരത്തിലുള്ള സഹതാപ വോട്ടുകൾ വിജയ്ക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഏറ്റവും സ്വീകാര്യനായ രാഷ്ട്രീയ നേതാവ് ദളപതി വിജയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയ് തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയ് എന്തായാലും ഇത്തവണ അധികാരം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കക്ഷിയായി മാറാൻ TVKക്ക് സാധിച്ചേക്കും. എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് 2031 ഒരുപക്ഷെ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തവണ ആരായിരിക്കും തമിഴ്നാട് ഭരണം പിടിക്കുക? ഒറ്റയടിക്ക് വിസ്മയം തീർക്കുന്ന ഒരു മുന്നേറ്റം വിജയ് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം DMKയുടെ കുടുംബവാഴ്ചയ്ക്കെതിരെ അത്രയും വലിയൊരു പ്രതിഷേധം ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്. ആനുകൂല്യങ്ങൾ നൽകി വോട്ട് തട്ടാമെന്ന കണക്കുകൂട്ടലും എന്തായാലും ഇത്തവണ നടക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് സ്റ്റാലിനെതിരെ ഒരു കടുത്തൊരു എതിരാളിയായി വിജയ് മാറിയെന്നുള്ളത്. കാരണം TVKയുടെ റാലികൾ കണ്ടുവരുന്ന ജനക്കൂട്ടം അതിൻ്റെ ഒരു തെളിവാണ്. ഈ ജനക്കൂട്ടത്തെ ഭയന്നുകൊണ്ട് തന്നെയാണ് വിജയുടെ പല പ്രചരണങ്ങൾക്കും ഇപ്പോൾ സർക്കാർ തന്നെ പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നത്. TVK 234 മണ്ഡലങ്ങൾ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുക അണ്ണാ DMK BJP മുന്നണിയാണ്. ഭരണപക്ഷമായ DMKയുടെ വോട്ട് ബാങ്കും തവിടുപൊടിയാകും. രാജ്യം കാണാൻ പോകുന്നതും ഈ ഒരു കാഴ്ച തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഖിലേ, തമിഴ്നാട്ടിൽ ആര് മുഖ്യമന്ത്രിയാവും? ദളപതി വിജയ് എന്തായാലും മുഖ്യമന്ത്രിയാവും. ബസന്തേ, അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി ആരാകുമെന്നാണ് തോന്നുന്നത്? വിജയ് തന്നെ ആകാനാണ് സാധ്യത. അത് 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ DMKയേക്കാൾ സ്റ്റാലിൻ ഭയക്കേണ്ടതും ഭയക്കുന്നതും വിജയ് തന്നെയാണെന്നാണ്. തമിഴ്നാട് രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇനി എനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. തീർച്ചയായും ഇത്തവണ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം, വിയോജിക്കാതിരിക്കാം. അതെല്ലാം തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും മാത്രമാണ്. തീർച്ചയായും ഞങ്ങളെ സ്വാഗതവും ചെയ്യുന്നു.